അല്ല, വിളിക്കണമായിരുന്നു. അതാണ് അതിന്റെ ശരി. മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വിളിക്കേണ്ടതായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ആ കാലത്തെ ഉദ്ഘാടനത്തിന്റെ മേജർ പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പ്രതിപക്ഷ നേതാവും ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണല്ലോ. PWD മിനിസ്റ്ററെ നിർബന്ധമായിട്ടും വിളിക്കേണ്ടതായിരുന്നു. അത് മര്യാദ. വിളിക്കാതെ നടത്തുന്നതൊക്കെ വളരെ ചീപ്പാണ്. അതിന് ഉപയോഗിക്കാവുന്ന ഒരു പദം എന്ന് പറയുന്നത് അതൊക്കെ വളരെ ചീപ്പാണ്. BJP രാഷ്ട്രീയം കളിക്കാൻ അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം തന്നെ എല്ലാവർക്കും അറിയാലോ. ഇന്ന് ചർച്ചയിലൊക്കെ നമ്മളേക്ക് കൂടുതൽ നിങ്ങളെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് പല കാര്യങ്ങളിലും ഇത് തന്നെയാണ് സ്വഭാവം. കേരള ഗവൺമെന്റും സ്വന്തം പ്രോജക്റ്റ് വരുമ്പോൾ MLA-മാർക്കൊക്കെ പരാതി ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത്. പക്ഷേ ഞങ്ങളങ്ങനെയല്ല. ഇപ്പോൾ ടെക്നോ പാർക്കിന്റെ ഇനോഗ്രേഷനോ ഡിജിറ്റൽ ലിറ്ററസി ഇനോഗ്രേഷനോ അല്ലെങ്കിൽ എമർജിംഗ് കെയറിലോ ഒക്കെ എടുത്തു നോക്കും. അവിടെയൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. ഞങ്ങളെപ്പോഴും വളരെ ജനാധിപത്യപരമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അത് വളരെ ഒരു ചീപ്പായ പരിപാടിയായി. BJP സംസ്ഥാന അധ്യക്ഷൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ശരിയായില്ല. അതൊക്കെ കൂട്ടത്തിൽ നിങ്ങൾ വിശകലനം ചെയ്യും. വേറെ എന്തെങ്കിലും തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് അത് അല്ല, അത് ഞങ്ങൾ തമ്മിൽ വളരെ ആരോഗ്യകരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര നേതാക്കളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞങ്ങളുടേത് ഞങ്ങൾ സാദിഖ് അലി ശിഹാബ് ഞങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന് നടക്കേണ്ട ആ ഒരു പ്രൊസീജിയർ ബാക്കിയുണ്ട്. ആരോഗ്യകരമായ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പം പറയില്ല. നിങ്ങൾക്കറിയാലോ, അതാ പറയില്ല പറഞ്ഞത്. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ട, ലീഗിന്റെ ലീഗ് തീരുമാനം. അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതിലൊരു നോ കമന്റ്. അല്ല, വിളിക്കണമായിരുന്നു. അതാണ് അതിന്റെ ശരി. മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വിളിക്കേണ്ടതായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ആ കാലത്തെ ഉദ്ഘാടനത്തിന്റെ മേജർ പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പ്രതിപക്ഷ നേതാവും ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണല്ലോ. PWD മിനിസ്റ്ററെ നിർബന്ധമായിട്ടും വിളിക്കേണ്ടതായിരുന്നു. അത് മര്യാദ. വിളിക്കാതെ നടത്തുന്നതൊക്കെ വളരെ ചീപ്പാണ്. അതിന് ഉപയോഗിക്കാവുന്ന ഒരു പദം എന്ന് പറയുന്നത് അതൊക്കെ വളരെ ചീപ്പാണ്. BJP രാഷ്ട്രീയം കളിക്കാൻ അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം തന്നെ എല്ലാവർക്കും അറിയാലോ. ഇന്ന് ചർച്ചയിലൊക്കെ നമ്മളേക്ക് കൂടുതൽ നിങ്ങളെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് പല കാര്യങ്ങളിലും ഇത് തന്നെയാണ് സ്വഭാവം. കേരള ഗവൺമെന്റും സ്വന്തം പ്രോജക്റ്റ് വരുമ്പോൾ MLA-മാർക്കൊക്കെ പരാതി ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത്. പക്ഷേ ഞങ്ങളങ്ങനെയല്ല. ഇപ്പോൾ ടെക്നോ പാർക്കിന്റെ ഇനോഗ്രേഷനോ ഡിജിറ്റൽ ലിറ്ററസി ഇനോഗ്രേഷനോ അല്ലെങ്കിൽ എമർജിംഗ് കെയറിലോ ഒക്കെ എടുത്തു നോക്കും. അവിടെയൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. ഞങ്ങളെപ്പോഴും വളരെ ജനാധിപത്യപരമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അത് വളരെ ഒരു ചീപ്പായ പരിപാടിയായി. BJP സംസ്ഥാന അധ്യക്ഷൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ശരിയായില്ല. അതൊക്കെ കൂട്ടത്തിൽ നിങ്ങൾ വിശകലനം ചെയ്യും. വേറെ എന്തെങ്കിലും തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് അത് അല്ല, ഞങ്ങൾ തമ്മിൽ വളരെ ആരോഗ്യകരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര നേതാക്കളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞങ്ങളുടേത് ഞങ്ങൾ സാദിഖ് അലി ശിഹാബ് ഞങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന് നടക്കേണ്ട ആ ഒരു പ്രൊസീജിയർ ബാക്കിയുണ്ട്. ആരോഗ്യകരമായ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പം പറയില്ല. നിങ്ങൾക്കറിയാലോ, അതാ പറയില്ല പറഞ്ഞത്. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ട, ലീഗിന്റെ ലീഗ് തീരുമാനം. അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതിലൊരു നോ കമന്റ്.